എറണാകുളം വൈറ്റിലിയിൽ ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുകയാണ്. സ്കൂട്ടർ ഇടിച്ചാണ് അപകടം. ഒരാളുടെ നില ഗുരുതരമാണ്. എബി തോമസ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. എബി, എങ്ങനെയായിരുന്നു അപകടം? എന്തൊക്കെയാണ് വാർത്തയുടെ വിവരങ്ങൾ? തുളസി, അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വൈറ്റില ദേശീയപാതയിൽ തന്നെയാണ്, വൈറ്റില അരൂർ റൂട്ടിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. സ്കൂട്ടർ ഒരു ആക്സസ് സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ ഇത്തരത്തിൽ ഇവിടെ പുല്ല് വെട്ടുന്നതിന് വേണ്ടി വാഹനങ്ങൾ ഈ ഹൈവേയുടെ ഈ രണ്ട് വഴിയുടെയും ഇടയിലായി ഈ ചെടികൾ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള പുല്ല് പറിക്കുന്നതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു വാഹനം ഇവിടെ, ഒരു ട്രാക്ടർ പോലത്തെ ഒരു വാഹനമാണ് അതിവിടെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറകിലേക്ക് വന്നിടിക്കുകയാണ് ഉണ്ടായത്. ഈ വാഹനത്തിന്റെ ഏതാണ്ട് ഈ ഒരു ഭാഗത്താണ് വന്ന് ഇടിയുണ്ടായിരിക്കുന്നത്. അതിൽ ഈ സ്കൂട്ടർ യാത്രികൻ ഒരു ഓപ്പൺ ഹെൽമെറ്റ് ആണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖം വളരെ വേഗം ചെന്ന് അവിടെ വാഹനത്തിന് പിന്നിൽ ഇടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ജോലികൾ നടക്കുന്ന ഘട്ടത്തിൽ സൂചന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജോലികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സൂചന സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ വന്നതിന് ശേഷമാണ് ഈ കാണുന്ന നിലയ്ക്കുള്ള ചില ഈ ജോലി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ വെക്കേണ്ടിയിരുന്ന സൂചനാ സംവിധാനങ്ങൾ, ചിഹ്നങ്ങൾ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വരുന്ന സമയത്തൊന്നും ഈ സാധനം ഇല്ല. അതിനു മുമ്പ് തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സൂചനാ സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഇടിയുടെ ആഘാതത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് ഇയാൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അതിനുശേഷം വളരെ വേഗം തന്നെ ഈ റോഡിലൂടെ വന്ന മറ്റൊരു വാഹനത്തിൽ അയാളെ കയറ്റി വിടുകയായിരുന്നു. ഇപ്പോൾ വൈറ്റിലയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നത്. ഏതാണ്ട് ഒരു 40 വയസ്സ് അടുത്ത് പ്രായം മാത്രമാണ് ഇയാൾക്കുള്ളത്. ഇയാളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും വൈറ്റിലയിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന ഈ ആംബുലൻസ്, ഇവർ ഈ ജോലി നടക്കുന്ന സമയത്ത് ഈ അപകടം ഉണ്ടായപ്പോൾ അവർ വിളിച്ചു വരുത്തിയ ആംബുലൻസ് ആണ്. പക്ഷേ ആ ആംബുലൻസ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് പരിക്ക് പറ്റിയ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. നമ്മൾക്കിപ്പോൾ അല്പസമയം മുമ്പ് ഈ അപകടം നേരിട്ട് കണ്ട ഒരാൾ നമ്മോട് പറഞ്ഞത്, ഈ സമയത്ത് ഈ വായിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് ഈ ഇടിയുടെ ആഘാതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ നടന്നിരുന്ന ഈ ശുചീകരണ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഈ ജോലിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ആരും തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ അപകടം നടന്ന ഉടൻ തന്നെ അവരിവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് KL 36C129 എന്നുള്ള നമ്പറിലുള്ള ഒരു ആക്സിസ് 125 ഒരു സ്കൂട്ടറാണ് ഉള്ളത്. ഒപ്പം തന്നെ ഇവിടെ നിർത്തിയിട്ടിരുന്ന വാഹനം, അത് KL 39K6428 എന്ന വാഹനത്തിന്റെ പിന്നിലാണ് ഈ സ്കൂട്ടർ വന്നിടിച്ചത്. മഴ നേരിയ തോതിൽ ഉണ്ടായിരുന്നു. റോഡ് ഒരുവിധം ഏതാണ്ട് ഒരു തെന്നിക്കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സൂചനാ സംവിധാനങ്ങൾ, ഈ ജോലി നടക്കുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ. മഴക്കാലമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള റോഡ് പണികളൊക്കെ നടക്കുന്നു. അപ്പോൾ ഒരു സൂചനാ ബോർഡ് അല്ലേ എന്നൊരു കാര്യമല്ല. കാരണം എല്ലാ ജീവൻ എന്ന് പറയുന്നത്, ഒരാളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടുത്താവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അത് എന്തുകൊണ്ടാണ് അവർ അത്തരത്തിലൊരു സൂചനാ ബോർഡോ ഒന്നും അവിടെ സ്ഥാപിക്കാതിരുന്നത്? ഇവരുടെ വിശദീകരണം എങ്ങനെയാണ്? ഈ ജോലിക്കാരടക്കമുള്ളവർ അവിടെ ഉണ്ടല്ലോ. തീർച്ചയായും ഈ ജോലിക്കാർ ഉത്തരേന്ത്യൻ ആളുകളാണ്. അവർക്ക് കൃത്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇവർക്ക് അറിയില്ല. ഇവർ പറയുന്നത്, നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വളരെ വേഗത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു വാഹനം ഒരു ഹൈവേ പോലുള്ള സംവിധാനത്തിൻ്റെ സ്ഥലത്ത് നിർത്തിയിട്ട് ജോലി തുടരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള നിലയിൽ എങ്കിലും അത്തരത്തിലുള്ള സൂചനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്, സൂചനാ ബോർഡുകൾ ഏർപ്പെടുത്തേണ്ടതാണ്. ഒപ്പം ഇതുപോലുള്ള ചില ചിഹ്നങ്ങൾ അതുകൂടി നേരത്തെ തന്നെ വെക്കേണ്ടതായിരുന്നു. ഇതിപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകും ഇവർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരും തന്നെ നമ്മളിവിടെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അവർ ഈ സംഭവമുണ്ടായി നമ്മൾ വാർത്താ സംവിധാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്ന ഘട്ടത്തിൽ തന്നെ അവരിവിടെ നിന്ന് മാറിയിട്ടുമുണ്ട്. എന്തായാലും ആ ജോലി നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, ഇവിടെ കുറച്ചാളുകൾ ആ സമയത്ത് തന്നെ അവർ വന്നിരുന്നു. നമ്മൾ ക്യാമറയൊക്കെ മൈക്കൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ വളരെ വേഗം തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ കെടുകാര്യസ്ഥത തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഇയാളുടെ ഈ പരിക്കേറ്റയാൾ ഗുരുതരം ആയിട്ടുള്ള നിലയിൽ തന്നെയാണ്. വൈറ്റിലയിൽ തന്നെയുള്ള ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കാണ് അയാളെ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. തുളസി.
വൈറ്റില ഭാഗത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യവിലോപം അവിടെ നടന്നു എന്നത് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൃത്യമായൊരു സൂചനാ ബോർഡ് ഈ റോഡ് പണി നടക്കുന്ന ഭാഗത്ത് ഇല്ല എന്നത് വ്യക്തവും ശക്തവുമായ ഒരു കെടുകാര്യസ്ഥത തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.